അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ എല്ലാ മാസത്തിലും ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന പഠന ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. റബ്ബിൻ്റെ തൗഫീഖിനാൽ നബിയുടെ സീറ പറയുന്ന 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ചർച്ചയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ ജാഹിലിയ കാലഘട്ടത്തിലെ തിന്മകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സമൂഹത്തിലേക്കാണോ വരുന്നത് അല്ലെങ്കിൽ വന്നത്, ആ സമൂഹത്തിൻ്റെ മുൻപത്തെ അവസ്ഥകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവിധത്തിലുള്ള തിന്മകളും സാധാരണ സ്വഭാവമായി കൊണ്ടു നടന്നിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് വ്യക്തമായ വഴികേടിലായിരുന്ന സമുദായം. മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും യുദ്ധങ്ങളും, അതേപോലെ തന്നെ കുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടലും, അങ്ങനെ എല്ലാവിധത്തിലുള്ള തിന്മകളും ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിലെ ആളുകൾ. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണെന്നല്ല, ആ ആളുകളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. ആ നല്ല മനുഷ്യന്മാരെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത് സ്വീകരിച്ച് ജീവിച്ച ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ സമൂഹം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന്, യഥാർത്ഥമായ ആശയത്തിൽ നിന്ന് വഴിതെറ്റി പല തിന്മകളും ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു മഹാഭൂരിപക്ഷവും. ആ സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരുടെ അവസ്ഥകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ അവരുടെ ക്ലാസ്സുകളിലെല്ലാം അവർ ഈ ചരിത്രം പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പറയുന്ന 2 സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് നടന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നതിൻ്റെ മുമ്പ് നടന്ന പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ. അതൊന്ന് സംസം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹീതമായ വെള്ളത്തെക്കുറിച്ച് നമുക്കറിയാം. ആ സംസം ഒരുപാട് കാലം അപ്രത്യക്ഷമായിരുന്നു. ഇൻഷാ അല്ലാഹ് ചരിത്രം ഞാൻ പറയും. സംസവുമായി ബന്ധപ്പെട്ട ചരിത്രം പണ്ഡിതന്മാർ നബിയുടെ സീറ പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ആനക്കലഹവുമായി ബന്ധപ്പെട്ട ചരിത്രവും പണ്ഡിതന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പറയുമ്പോൾ
ഒഴിവാക്കാത്ത, അവരെല്ലാവരും വിശദീകരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസമിൻ്റെ ചരിത്രമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട സംസവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സംസമിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആ ചരിത്രം നമ്മൾ വായിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതലാണ്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്നാണ് സംസമിനെ നമ്മൾ വായിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ ഭാര്യയായ ഹാജറയെയും മകനായ ഇസ്മായിലിനെയും ആരാരുമില്ലാത്ത മക്ക മണൽക്കാട്ടിൽ തനിച്ചാക്കി മടങ്ങിപ്പോരാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിൽ തനിച്ചാക്കി മടങ്ങിപ്പോരുകയാണ്. ജനവാസമില്ലാത്ത മരുഭൂമി, മരങ്ങളില്ലാത്ത ഇടം, അല്ലേ? അതേപോലെ തന്നെ വെള്ളമില്ലാത്ത ഇടം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുപോയാക്കി തിരിച്ചു പോരാണ്. അവിടെ വെച്ചാണ് ഹാജറ ബീബിയുടെ ചോദ്യം, ഫഖാലത്ത് ലഹു ആ അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നാക്കി പോകാൻ കൽപ്പിച്ചത് അള്ളാഹുവാണോ? ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ? അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നഅം, അതെ, ഇത് റബ്ബിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, റബ്ബ് പറഞ്ഞതാണ്. മഹദി പറഞ്ഞു, ഇദൻ ലാ യുദയ്യിഉന, അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല. കാരണം അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകും. അപ്പം നോക്കൂ നിങ്ങൾ, മനുഷ്യരില്ലാത്ത, വീടില്ലാത്ത, അതേപോലെ തന്നെ കഴിക്കാൻ ഭക്ഷണമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ലഭ്യമാകാത്ത ഒരു പ്രദേശത്ത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരം മകനായ ചെറിയ കൈക്കുഞ്ഞിനെയും ഭാര്യയെയും തനിച്ചാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോരാണ്. അവിടുന്ന് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാത ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസ് തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിമിലെ 37-ാമത്തെ ആയത്താണ്. ഇബ്രാഹിം നബിയുടെ മഹത്വമുള്ളൊരു പ്രാർത്ഥനയാണിത്. എന്താ ഇബ്രാഹിം നബി ദുആ ചെയ്യുന്നത്? ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഒരു താഴ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ കഅബയുടെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളെ നീ അവരോട് ചായ്വുള്ളതാക്കുകയും അവർക്ക് കായ്ക്കനികളിൽ നിന്ന് ഉപജീവനം നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. എന്താ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ചുരുക്കം എന്താ? അല്ലാഹുവേ, ഞാൻ ആരുമില്ലാത്ത ഒരു സ്ഥലത്താണ് എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോയാക്കിയിരിക്കുന്നത് നിന്റെ കൽപ്പന പ്രകാരം. എന്തിനാണ്? നിന്നെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ നിന്റെ കൽപ്പന പ്രകാരം. അതുകൊണ്ട് തന്നെ ആളുകൾ ആരുമില്ലാത്ത ഈ പ്രദേശത്തേക്ക് ജനങ്ങളുടെ ശ്രദ്ധ നീ ആകർഷിപ്പിക്കണമേ. ഇബ്രാഹിം നബിയുടെ ദുആ, ജനങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കണം, ജനങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം. അവിടെ ഒരു ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ്, മനുഷ്യരില്ലാത്ത ഇടമാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി പറഞ്ഞു, അവർക്ക് ഭക്ഷണമില്ല, അവരുടെ കയ്യിൽ കരുതിയ ഭക്ഷണമല്ലാതെ മറ്റു ഭക്ഷണങ്ങളില്ല, ഭക്ഷണം പറിച്ചെടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അവിടെയില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? അവിടെ അവർക്ക് അതിന് അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ആ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് ഉയർത്തി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം തിരിച്ചു നടന്നു. പിന്നെ എന്താണ് അവിടെ നടന്നത്? ആ മരുഭൂമിയിൽ ഹാജറ ബീബിയും കൈക്കുഞ്ഞും മാത്രമാണ്. അവരവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വസിക്കാണ്, ജീവിക്കാൻ തുടങ്ങാണ്. അവരുടെ കയ്യിലുള്ള വെള്ളം, അതേപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ഭക്ഷണം അത് അവസാനിക്കുന്നു, അത് തീരുകയാണ്. ഹാജറ ബീവിയുടെ മനസ്സിൽ ആശങ്കയുണ്ട്, പേടിയുണ്ട്. കാരണം എന്താ? കുഞ്ഞിന് വെള്ളം വേണം, ഭക്ഷണം വേണം, അവർക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, അതിനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കുന്നുകൾക്കിടയിലൂടെ, സഫ മർവ എന്ന് പറയുന്ന കുന്നുകൾക്കിടയിലൂടെ അവർ ഓടി നടന്ന ചരിത്രം നമുക്കറിയാം. ഞാൻ ആ ചരിത്രം വിശാലമായി പറയുകയല്ല. വെള്ളം അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന രീതിയിൽ മഹദി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്.
ഒരു കുന്നിൽ കയറും, എന്നിട്ട് നോക്കും. അതേപോലെ തന്നെ അവിടെ നിന്ന് അടുത്ത കുന്നിലേക്ക് ഓടും. അങ്ങനെ അവർക്ക് വെള്ളം കണ്ടെത്താൻ സാധിച്ചില്ല. ആ ഓട്ടത്തിനിടയിലാണ് അവർ ഒരു ശബ്ദം കേൾക്കുന്നത്. ഹദീസിൽ കാണാം, ഫഇദാ ഹിയ ബിസൗത്തിൻ, അവരൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട സമയത്ത് ഹാജറ ബീവി പറഞ്ഞു, അഗിഫ് ഇൻ കാന ഇൻദക ഖൈർ, അഗിഫ്, സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കണം. ഒരു ശബ്ദം കേട്ടപ്പോൾ അവർ പറയാം, ആരാണ് ശബ്ദത്തിന്റെ ഉടമ അറിയില്ല, അവർക്കറിയില്ല, പക്ഷെ അവർ ശബ്ദം കേട്ടു. അപ്പൊ അവർ പറഞ്ഞു, ആ ശബ്ദത്തിന്റെ ഉടമ ആരാകട്ടെ അവരോട് പറയാണ്, സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കണം, എന്തെങ്കിലും ഖൈറുണ്ട് എങ്കിൽ ആ ഖൈർ നൽകണം. ആരായിരുന്നു ആ ശബ്ദത്തിന്റെ ഉടമ? ഹദീസിൽ കാണാം, ഫഇദാ ജിബ്രീൽ, അത് ജിബ്രീലായിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി അവിടെ കിടക്കുന്നുണ്ട്. ആ ഇസ്മായിൽ നബി കിടന്ന കാലിട്ടടിക്കുന്ന സ്ഥലത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ ചിറകു കൊണ്ട് അടിച്ച് അവിടെ വെള്ളമുണ്ടാവുകയാണ്. അവിടെ വെള്ളം തുടങ്ങണം. ഇസ്മായിൽ നബി കാലിട്ടടിച്ചിട്ടല്ല സംസം ഉണ്ടായത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചിറകു കൊണ്ടടിച്ചു. അങ്ങനെയാണ് സംസം ഉണ്ടായത് എന്നാണ് ശരിയായ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഹാജറ ബീബി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കുട്ടിയെ വന്ന് നോക്കുന്നുണ്ട്. അപ്പൊ അവർ കാണുന്ന കാഴ്ച എന്താ? ആ കുഞ്ഞിന്റെ കാൽ ചുവട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്, വെള്ളം ഒഴുകുകയാണ്. അത് കണ്ട സന്തോഷത്തിൽ അവർ ഓടി വന്ന് അവരാ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ശ്രമിച്ചു. കാരണം എന്താ? അവർക്കൊരു പേടി, മരുഭൂമിയാണ്, വെള്ളം തീർന്നു പോകാം, വെള്ളം വറ്റിപ്പോകാം. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തെ മണലുകൾ ചേർത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് വെള്ളം ചേർത്ത് വെച്ച് അതിനെ കെട്ടി, അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു. അതുകൊണ്ടാണ് ആ വെള്ളത്തിന് സംസം എന്ന പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വേറെ പല കാരണങ്ങളും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, സംസമിന്റെ തുടക്കമാണത്, സംസമിന്റെ ആരംഭമാണത്. അങ്ങനെ ആ മഹദി വെള്ളം അവിടെ കെട്ടിവെച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഹമുല്ലാഹു ഉമ്മ ഇസ്മാഈൽ, ഇസ്മായിലിന്റെ മാതാവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, റബ്ബ് അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് നബി പറയാണ്, ലൗ തറക്ത സംസം ഔ ഖാല ലൗ ലം തഅരിഫ് മിനൽ മാഇ ലകാനത് സംസം ഐനൻ മഈന. എന്താ നബിയുടെ വാചകം? ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഇസ്മായിൽ നബിയുടെ ഉമ്മയായ ഉമ്മു ഇസ്മായിലിനെ, ഹാജറയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഹാജറ ബീബി എങ്ങാനും ആ സംസമിനെ കെട്ടി നിർത്താതെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ, ആ വെള്ളം തടഞ്ഞു വെക്കാതെ അതിനെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതെന്ത് ചെയ്യുമായിരുന്നു? അതൊരു നദിയായി, അവിടെ ഒഴുകുന്ന ഒരു നദിയായി അത് മാറുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ അതാണ് സംസമിന്റെ തുടക്കം. മനസ്സിലായില്ലേ? പല ആളുകളുടെയും തെറ്റിദ്ധാരണ എന്താ? ഇസ്മായിൽ നബി കാലിട്ടടിച്ചിട്ടാണ് വെള്ളം വന്നത്. അങ്ങനെയല്ല, അത് നമ്മൾ തിരുത്തണം. അതേപോലെ തന്നെ ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠം എന്താ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം കേവലം സന്ദേശവാഹകൻ മാത്രമല്ല, വഹി എത്തിക്കുന്ന മലക്ക് മാത്രമല്ല, മറിച്ച് ആരായി? ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹം വഹിയുമായി വന്നിട്ടുണ്ട്, നബിമാരുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? നബിമാരുടെ അടുക്കിലേക്ക് വഹിയുമായി വന്ന മലക്കാണ്. അതിൻ്റെ കൂടെ ജിബ്രീൽ മറ്റു പല ആവശ്യങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്, ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്ത് നടന്ന ഏറ്റവും പ്രസിദ്ധമായ സംഭവമാണെന്ത്? നബിയുടെ മാറ് പിളർന്ന സംഭവം, നബിയുടെ മാറിടം പിളർന്ന സംഭവം. ആ സമയത്ത് ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്ന്? ജിബ്രീലാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വിശദീകരിക്കാം. അതുകൊണ്ട് തന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കേവലം ഒരു സന്ദേശവാഹകൻ മാത്രമല്ല, അദ്ദേഹം മറ്റു പല ദൗത്യങ്ങളുമായി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. അത് അല്ലാഹു സ്വീകരിക്കുകയാണ്. അവർക്ക് വെള്ളം ലഭിച്ചു. വെള്ളമില്ലാതെ ഒരു മനുഷ്യന് താമസിക്കാൻ പറ്റൂല. ഒരു പ്രദേശം, ഒരു നാട് അത് നാഗരികമായി ഉയരുന്നത് അവിടെ മനുഷ്യന്മാരുണ്ടാകുമ്പോഴാണ്, അല്ലേ? സാംസ്കാരികമായി ഉയരുന്നത് അവിടെ മനുഷ്യന്മാരുണ്ടാകുമ്പോഴാണ്. ഒരു മനുഷ്യൻ അവിടെ താമസിക്കണമെങ്കിൽ, മനുഷ്യനൊരു പ്രദേശത്ത് താമസിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം?
അവർക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം വേണം. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. ആ വെള്ളം മക്കയിലുണ്ടായി. ആ വെള്ളം മഹദിയായ ഹാജറ ബീബിക്കും അതേപോലെ തന്നെ പിന്നെ ഇസ്മായിൽ നബിക്കും അവിടെ വെള്ളം ലഭിച്ചു. ആ വെള്ളമില്ലാത്ത പ്രദേശത്ത് വെള്ളം ലഭിച്ചതിലൂടെ അവിടെ ഒരു ചരിത്രം തുടങ്ങുകയാണ്. അവിടെ ജനങ്ങളുടെ ഒരു വാസം തുടങ്ങുകയാണ്. അവിടെ ആരപ്പുള്ളത്? അവിടെ അള്ളാന്റെ കൽപ്പന പ്രകാരം വന്ന ഹാജറ ബീവിയും അതേപോലെ തന്നെ മകനുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പൊ ആ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ, അതിന്റെ താഴ്വരകളിലൂടെ പലപ്പോഴും കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. സിറിയയിലേക്ക്, ഷാമിലേക്കൊക്കെ ആളുകൾ യാത്ര ചെയ്യാറുണ്ട്. ആ യാത്ര ചെയ്യുന്ന കച്ചവട സംഘങ്ങൾ അവിടെ മനുഷ്യന്മാരെ ഒന്നും കാണാറില്ല. അങ്ങനെ ഒരു ദിവസം ജുർഹൂം ഗോത്രത്തിൽപ്പെട്ട, ജുർഹൂം ഗോത്രം എന്ന് പറഞ്ഞാൽ അവർ യമനികളാണ്. യമനികളായ ജുർഹൂം ഗോത്രക്കാര് അവര് കച്ചവട ആവശ്യാർത്ഥം എന്ത് ചെയ്യാണ്? അവര് സിറിയയിലേക്ക് ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പോവാറുണ്ട്. ആ യാത്രാ സംഘം സിറിയയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ മക്കയിലെത്തിയ സമയത്ത് അവർ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാണ്. എന്താ കാഴ്ച? അവർ കാണുന്ന കാഴ്ച, ആകാശത്ത് കുറേ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നു. കുറേ പക്ഷികൾ വട്ടമിട്ട് പറക്കാണ്. അപ്പൊ എന്താണ് അവിടെ പക്ഷികൾ? എന്താണ് അവിടെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത്? അവിടെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ പക്ഷികളെ അവർ കാണാറില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? കുറച്ച് ആളുകളെ ആ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്ന പ്രദേശത്തേക്ക് അവർ പറഞ്ഞയച്ചു. ആ ജുർഹൂം ഗോത്രക്കാരായ ആളുകളിൽ നിന്ന് ഒരു സംഘം ആളുകൾ അവിടെ വന്നു. ആ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്ന സ്ഥലത്ത് വന്നു. അപ്പൊ അവർ കാണുന്ന കാഴ്ച എന്താ? അവിടെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ ഉമ്മയുണ്ട്, അതേപോലെ തന്നെ വെള്ളമുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാഴ്ച കണ്ട് അവർക്ക് വലിയ സന്തോഷമായി. അവരുടെ മറ്റുള്ള ആളുകളൊക്കെ അവിടെ വന്നു, അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ അവിടെ വന്നു. ജുർഹൂം ഗോത്രക്കാരായ ആളുകൾ അവര് ഹാജറ ബീബിയോട് ചോദിച്ചു, ഞങ്ങളിവിടെ താമസിക്കട്ടെ, ഞങ്ങളിവിടെ ജീവിക്കട്ടെ, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള അനുവാദം നൽകുമോ? അവർ പറഞ്ഞു, താമസിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ വെള്ളത്തിന്റെ അവകാശം അതെനിക്കാണ്. ഈ വെള്ളത്തിന്റെ അവകാശം, അതിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണ്. അങ്ങനെ മഹദിയായ ഹാജറ ബീബി ജുർഹൂം ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള അധികാരം കൊടുത്തു. അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്താ? പടച്ചോനെ, ഇവിടേക്ക് ജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കണേ. എൻ്റെ ഭാര്യയും കുഞ്ഞും തനിച്ചാണ്, ഇവിടെ ജനങ്ങൾ ഉണ്ടാകണേ. ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അവിടേക്ക് ജനങ്ങളെത്തി, അവിടേക്ക് ജനങ്ങൾ വന്നു. അങ്ങനെ ആ ജുർഹൂം ഗോത്രവും അവിടെ താമസിക്കാൻ തുടങ്ങി. ആ ജുർഹൂം ഗോത്രത്തിൽ നിന്നാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ ആ ജുർഹൂം ഗോത്രം, അവരുടെ കയ്യിൽ ആ പ്രദേശത്തിന്റെ ഭരണം വന്നു, അവർക്ക് അധികാരം ലഭിച്ചു. ആ പ്രദേശം വളരെയാണ്, അവരാണ് അധികം അവിടെ ഉള്ളത്. അങ്ങനെ അവരെന്ത് ചെയ്തു? കാലങ്ങൾ അവരവിടെ ഭരിച്ചു, അവർ നേതൃത്വം ഏറ്റെടുത്തു. അവർ നല്ല മനുഷ്യന്മാരാണ്, തുടക്കത്തിൽ നല്ല ആളുകളാണ്. അങ്ങനെ അവിടെ ഹറമുണ്ടായി, കാബയുടെ നിർമ്മാണമൊക്കെ നടന്നു. കാബയെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പണിതുയർത്തി. ആ കാബയുടെ സംരക്ഷണ ചുമതല ആർക്കായിരുന്നു? ജുർഹൂം ഗോത്രത്തിനായിരുന്നു. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോ ആ ജുർഹൂം ഗോത്രത്തിന്റെ പിൻതലമുറ അവര് വഴി തെറ്റി, അവര് പലതരത്തിലുള്ള തിന്മകൾ ചെയ്യാൻ തുടങ്ങി. അവര് ഹറമിന്റെ പവിത്രത വരെ കളഞ്ഞു കുളിച്ചു. ഹറമിലേക്ക് ആളുകൾ നൽകുന്ന സ്വതക്കയെ അവര് അപഹരിച്ചു, അവര് കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ദ്രോഹം ചെയ്യാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സമാധാനപരമായ ജീവിതത്തിന് അവിടെ തടസ്സം ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണെന്ത്? പ്രശ്നം ഉണ്ടാകും, അത് പരിഹരിക്കുക എന്നുള്ളത്. ആ സമയത്താണ് ഹുസാ ഗോത്രം എന്ത് ചെയ്തു? ആ ജുർഹൂം ഗോത്രവുമായി യുദ്ധം ചെയ്തു, അവരുമായി യുദ്ധം ചെയ്തു. അങ്ങനെ അവരെ പരാജയപ്പെടുത്തി. ആ നാടിന്റെ ഭരണാധികാരം ജുർഹൂം ഗോത്രത്തിൽ നിന്ന് ഹുസാ ഗോത്രത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ചില ചരിത്രങ്ങളിൽ കാണാം, ജുർഹൂം ഗോത്രത്തിൽ ചില നല്ല മനുഷ്യന്മാരുണ്ട്, അന്നും ചില നല്ല മനുഷ്യന്മാരുണ്ട്. അവർ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഹറമിന്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ട് ആ ഗോത്രത്തിലെ പല ആളുകളും. അതൊക്കെ ഇവരെടുത്തു. അതൊക്കെ എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ സംസം കിണറിൽ കൊണ്ടുവന്നിട്ടു. സംസം കിണറിൽ കൊണ്ടുവന്നിട്ട് സംസം മൂടി, ആ കിണർ മൂടിക്കളഞ്ഞു. ആ കിണർ അവർ മൂടിക്കളഞ്ഞു. നോക്കൂ നിങ്ങൾ, ചരിത്രം പറയുന്നത് പിന്നീട് കുറേ കാലം സംസമിനെ കുറിച്ച് ആർക്കും അറിവില്ല. അവിടെ ഒരു ജലത്തിന്റെ സ്രോതസ് ഉണ്ടായിരുന്നു എന്നവർക്ക് ആർക്കും അറിയില്ല. ആളുകൾ അതിനെ മറന്നു. അങ്ങനെയുള്ളൊരു സംഭവമല്ല. ആ കിണർ മൂടിക്കളഞ്ഞു. അതിലെന്തിട്ടുണ്ട്?
ഹറമിലേക്ക് ആളുകൾ സ്വതക്ക നൽകിയിരുന്ന സമ്പത്ത് അതൊക്കെ ഇട്ടിട്ട് അവർ മൂടിക്കളഞ്ഞത്. പിൽക്കാലഘട്ടത്തിൽ ആരെങ്കിലും ഇത് കുഴിക്കുകയാണ് എങ്കിൽ അവർക്കത് കിട്ടിക്കോട്ടെ, അത് ഹറമിന്റെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാമല്ല എന്നൊക്കെ വിചാരിച്ച് അവരെന്ത് ചെയ്തു? അവരത് മൂടിക്കളഞ്ഞു. സംസമിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഈ ചരിത്രം കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. അങ്ങനെ സംസമിനെ കുറിച്ച് പിന്നീട് ആർക്കൊരു വിവരമില്ല. ആ വെള്ളത്തെക്കുറിച്ച് ചരിത്രത്തിൽ പിന്നെ നമ്മൾ വായിക്കുന്നത് എവിടെയാണ്? മഹാനായ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ്. ആരാ അബ്ദുൽ മുത്തലിബ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യാപ്പ, നബിയുടെ ഉപ്പയുടെ ഉപ്പ അബ്ദുള്ളയുടെ പിതാവ്. അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ സംസമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം പറയാണ്, അബ്ദുൽ മുത്തലിബ് പറയാണ്, ഖാല അബ്ദുൽ മുത്തലിബ് ഇന്നി ലനായിമുൻ ഫിൽ ഹിജ്രി ഇദാ ആതാനി ആതിൻ ഫഖാല ലി യഹ്ഫിർ തീബ. അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ഹിജ്റിൽ ഉറങ്ങുകയാണ്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, കാബന്റെ പിന്നെ ഹജറുൽ അസ്വദ് കഴിഞ്ഞിട്ടുള്ള മൂലയിൽ നിന്ന് അവിടെ വളച്ചു കെട്ടിയൊരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനാണ് ഹിജ്ർ എന്ന് പറയാം. അത് കാബയിൽപ്പെട്ട ഭാഗമാണ്. നമ്മൾ കാബന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് അത് പറയുമ്പോൾ നമുക്കത് വിശദീകരിക്കാം, എന്തുകൊണ്ടാണ് ആ ഭാഗം വന്നത് എന്നൊക്കെ. ആ വളച്ചു കെട്ടിയ ഭാഗം കാബയിൽപ്പെട്ട ഭാഗമാണ്. ആ ഹിജ്റിൽ ആരുറങ്ങ, അതിനാണ് ഹിജ്ർ എന്ന് പറയാം. ആ ഹിജ്റിൽ ആരുറങ്ങാണ്? അബ്ദുൽ മുത്തലിബ് ഉറങ്ങാണ്. അപ്പൊ ആ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഒരാൾ വന്നു. ഇത് ആതാനി ആതിൻ, അതൊക്കെ പറഞ്ഞു, ഞാൻ ഉറങ്ങായിരുന്നു, സ്വപ്നത്തിൽ എൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, യഹ്ഫിർ തീബ, യഹ്ഫിർ തീബ, തീബ നീ കുഴിക്കുക, തീബ കുഴിക്കുക. അപ്പൊ അദ്ദേഹം ചോദിച്ചു, വമാ തീബ, എന്താണ് ഈ തീബ എന്ന് പറഞ്ഞാൽ? എന്താണ് തീബ? എന്താണ്? അദ്ദേഹത്തിന് തീബ എന്താണ് എന്നറിയില്ല. പക്ഷെ ആ ചോദ്യം ചോദിച്ച സമയത്ത് വന്നയാൾ ഉറക്കത്തുനിന്ന് എന്ത് ചെയ്തു? പോയി. അയാൾ സ്വപ്നത്തുനിന്ന് പോയി. അങ്ങനെ തൊട്ടടുത്ത ദിവസം വീണ്ടും അബ്ദുൽ മുത്തലിബ് ഉറങ്ങുന്ന സമയത്ത് ആ മനുഷ്യൻ തന്നെ വീണ്ടും സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, യഹ്ഫിർ ബർറ, നിങ്ങൾ ബർറ കുഴിക്കണം എന്ന് പറഞ്ഞു. ബർറ. അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എന്താണ് ബർറ? എന്താണ് ബർറ? ബർറ എന്താണ്? അദ്ദേഹത്തിന് ബർറ എന്താണെന്ന് അറിയില്ല. അത് ചോദിച്ചപ്പോൾ സ്വപ്നത്തിൽ നിന്ന് അയാൾ പോയി. അതേപോലെ തന്നെ വീണ്ടും ഉറങ്ങുന്ന ഒരു സമയത്ത് വീണ്ടും അയാൾ വന്നു. വീണ്ടും വന്നിട്ട് പറഞ്ഞു, വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു, യഹ്ഫിർ മദ്നൂന, യഹ്ഫിർ മദ്നൂന, നിങ്ങൾ മദ്നൂന കുഴിക്കാൻ പറഞ്ഞു. മദ്നൂന കുഴിക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, വമൽ മദ്നൂന, എന്താണ് ഈ മദ്നൂന? എന്താണ്? അബ്ദുൽ മുത്തലിബിന് അത് അറിയില്ല. പക്ഷെ അയാൾ ഉത്തരം കൊടുക്കുന്നില്ല. അയാൾ പോയി, സ്വപ്നാണ്, അയാൾ പോയി. വീണ്ടും ഉറങ്ങുന്ന സമയത്ത് വന്നു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, യഹ്ഫിർ സംസം, യഹ്ഫിർ സംസം, നിങ്ങൾ സംസം കുഴിക്കണം, സംസം കുഴിക്കണം. അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, വമാ സംസം, എന്താണ് സംസം? എന്താണ് സംസം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിന് സംസം എന്താണെന്ന് അറിയില്ല. അപ്പൊ സ്വപ്നത്തിൽ അയാൾ പറഞ്ഞു കൊടുത്തു സംസം എന്താണ്, അതെവിടെയാണുള്ളത്, എവിടെയാണ് കുഴിക്കേണ്ടത്, അതിന്റെ അടയാളങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. എല്ലാം വിശദീകരിച്ചു കൊടുത്തു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? അന്ന് മക്കയിൽ വെള്ളമുണ്ടായിരുന്നില്ല, അവർക്ക് സംസം ഉണ്ടായിരുന്നില്ല, അവർക്ക് വെള്ളം, ആ സമീപത്ത് വെള്ളമുണ്ടായിരുന്നില്ല. മക്കയിലെ ആവശ്യങ്ങൾക്ക് കാബയിൽ വരുന്ന ആളുകൾക്ക് വെള്ളം എത്തിച്ചിരുന്നത് മക്കയുടെ പുറത്തു നിന്നാണ്. മക്കയുടെ പുറത്തു നിന്നാണ്. അബ്ദുൽ മുത്തലിബിന് അതിന് ചുമതല ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെ അവർക്ക് വെള്ളം കൊടുക്കുക, അവരെ സഹായിക്കുക, ദൗത്യം ഏറ്റെടുത്തയാൾ അബ്ദുൽ മുത്തലിബ്. എവിടുന്ന വെള്ളം കൊണ്ടുവന്നിരുന്നത്? പുറത്തുനിന്നാണ്, മക്കന്റെ പുറത്തുനിന്നാണ്. അപ്പൊ ആ അബ്ദുൽ മുത്തലിബാണ് സ്വപ്നത്തിൽ കാണുന്നത് ഇങ്ങനെ സംസം കുഴിക്കാൻ വേണ്ടി വന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന് അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് വറ്റിപ്പോകാത്ത ഉറവയാണ്. സംസം എന്ന് പറഞ്ഞാൽ വറ്റിപ്പോകാത്ത ഉറവയാണ്, വറ്റിപ്പോകാത്ത വെള്ളമാണ് എന്നൊക്കെ എന്ത് ചെയ്തു? ആ സ്വപ്നത്തിൽ വന്നയാള് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? മഹാനായ അബ്ദുൽ മുത്തലിബ്, അന്ന് അദ്ദേഹത്തിന് ഒറ്റ മകനാണുള്ളത്. അന്ന് അദ്ദേഹത്തിന്റെ മകൻ ഹാരിസാണ് കൂടെ ഉള്ളത്. ഹാരിസിനെയും കൂട്ടി എന്ത് ചെയ്തു? സ്വപ്നത്തിൽ അദ്ദേഹത്തിനോട് പറയപ്പെട്ട നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. എന്നിട്ട് അദ്ദേഹം കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആ മരുഭൂമിയിൽ കുഴിക്കുന്നത് കണ്ടപ്പോൾ മക്കയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ള ആൾക്കാരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. ഭ്രാന്ത് കാണിക്കാണ്, കാരണം മരുഭൂമിയിൽ കുഴിക്കാണ്. അപ്പൊ പരിഹാസത്തോടുകൂടെ എന്ത് ചെയ്തു? അവര് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് അദ്ദേഹത്തിന് നിധി കിട്ടാൻ തുടങ്ങി, സമ്പത്ത് കിട്ടാൻ തുടങ്ങി. ഏതാ ഈ സമ്പത്ത്? നമുക്കറിയാം, ജുർഹും ഗോത്രത്തിലെ നല്ല ആളുകൾ ആ കിണറ്റിലേക്ക് ഇട്ട് മൂടിയതാണ്. അതൊക്കെ ആർക്ക് കിട്ടി? അബ്ദുൽ മുത്തലിബിന് കിട്ടി.
അങ്ങനെ അദ്ദേഹം വീണ്ടും കുഴിച്ചു. അങ്ങനെ കുഴിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ വെള്ളം കണ്ടെത്തി. അതിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. അങ്ങനെ വെള്ളം വന്നപ്പോൾ ആളുകൾക്കൊക്കെ അത്ഭുതമായി, ആളുകൾക്കൊക്കെ ആശ്ചര്യമായി. അപ്പൊ അവരോട് ആ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് വെള്ളം ലഭിച്ചപ്പം അവിടെയുള്ള ആളുകൾ വന്നു. അവർക്ക് എവിടെയാണ് ഈ കിണർ എന്നറിയില്ല. ഇങ്ങനെ ഒരു കിണർ ഉണ്ടായിരുന്നു, അതവർ കേട്ടിട്ടുണ്ടെങ്കിലും ഈ കിണർ എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു, യാ അബ്ദുൽ മുത്തലിബ് ഇന്നഹാ ബിഅറുൻ അബീന ഇസ്മായിൽ, ഈ കിണർ ഞങ്ങളുടെ കൂടെ പിതാവായ ഇസ്മായിലിന്റെ കിണറാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും ഇതിലെ ഹക്കുണ്ട്, ഈ കിണറിൽ ഞങ്ങൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് ആ അവകാശത്തിൽ ഞങ്ങളെയും പങ്കു ചേർക്കണം, ഞങ്ങൾക്കും അവകാശം വേണമെന്ന് ആര് പറഞ്ഞു? ആ ആളുകള് അബ്ദുൽ മുത്തലിബിനോട് വന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സമീപത്തേക്ക് വന്ന് അവകാശവാദം ഉന്നയിക്കാൻ കാരണം എന്താ? ഞാനും എൻ്റെ കുട്ടിയും മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടാളുള്ളൂ. എനിക്കെങ്ങാനും 10 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുമോ? നിങ്ങൾ എന്നെ എതിർക്കാൻ വരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് 10 മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊരു കുട്ടിയെ ഞാൻ അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കുമെന്ന് എന്ത് ചെയ്തു? അദ്ദേഹം നേർച്ച നേർന്നു. അവിടെ വെച്ച് അദ്ദേഹം നേർച്ച നേർന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായ 10 കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു കുട്ടിനെ നേർച്ചയാക്കും, ബലിയറുക്കും. ആ സന്തോഷത്തിൽ 10 കുട്ടികളെ കിട്ടിയ സന്തോഷത്തിൽ ആ നേർച്ച ആരേറ്റു? ആ നേർച്ച അദ്ദേഹം നേർന്നു. പക്ഷെ ആ തർക്കം അവിടെ തുടർന്നു. എന്താ തർക്കം? എന്താ? ഞങ്ങൾക്ക് സംസത്തിൽ അവകാശം വേണം. അങ്ങനെ ആ തർക്കമുണ്ടായ സമയത്ത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നമുക്ക് പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യനെ നമുക്ക് സമീപിക്കാം. ഇന്ന നാട്ടിലൊരു ജ്യോത്സ്യനുണ്ട്, അയാളുടെ സമീപത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വിഷയത്തിലൊരു തീർപ്പ് കൽപ്പിക്കാം. അയാളോട് ചോദിക്കാം, ഈ പ്രശ്നം അവതരിപ്പിച്ച് അയാൾ പരിഹരിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? അവർ ആ ജ്യോത്സ്യന്റെ സമീപത്തേക്ക് യാത്ര പോവുകയാണ്. പിന്നെ ബനി സഅദ് ഗോത്രത്തിലുള്ള ബനി സഅദ് ബിൻ ഹുദൈം, ആ ഗോത്രത്തിലെ ജ്യോത്സ്യന്റെ സമീപത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? അവർ യാത്ര പോകുന്നത്. അങ്ങനെ യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വഴി തെറ്റി. അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അവർ കുറച്ച് ആളുകളുണ്ട്. ഈ യാത്രയുടെ ഇടയിൽ വഴി തെറ്റി അവരുടെ കയ്യിലുള്ള വെള്ളമൊക്കെ തീരാൻ തുടങ്ങി, ഭക്ഷണമൊക്കെ തീർന്നു. അവരെല്ലാവരും മരണത്തെ മുന്നിൽ കണ്ടു. കാരണം മരുഭൂമിയാണ്, വെള്ളം ഇവിടെയില്ല, പ്രശ്നമാണ്. അപ്പൊ അന്ന് കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായമാണ്, അവർ യാത്ര പോകുന്ന സംഘങ്ങൾ ഇങ്ങനെ വഴിതെറ്റിയാൽ അവരെന്ത് ചെയ്യുന്നറിയോ? അവർ മരണത്തെ മുന്നിൽ കണ്ടാൽ അവർ തന്നെ സ്വയം ഒരു കുഴി കുത്തും, കബറുണ്ടാക്കും, അവർക്ക് വേണ്ടി കബർ കുഴിക്കും. കാരണം മരിക്കാൻ പോകണം, വേറെ വഴിയൊന്നുമില്ല. എന്നിട്ട് ആ കൂട്ടത്തിൽ ആദ്യം മരിക്കുന്ന എല്ലാവരും കൂടെ എന്ത് ചെയ്യും? ആ മനുഷ്യൻ കുത്തിയ കുഴിയിൽ തന്നെ അയാളെ മറവ് ചെയ്യും. അവസാനം മരിക്കുന്ന ആൾ, എല്ലാവരും മരിച്ച് അവസാനം ഒരാളുണ്ടാകും, അയാൾ ആ കുഴിയിൽ ഇറങ്ങി കിടക്കുന്നതാണ്, അയാൾ ആ കബറിൽ ഇറങ്ങി കിടക്കും. കാരണം പക്ഷികളോ മൃഗങ്ങളൊക്കെ വന്നിട്ട് മയ്യത്തിനെ വികൃതമാക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരാ രീതി സ്വീകരിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു ആലം. എന്തായാലും ഇവരിങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ട് അവർ സ്വന്തം കുഴി കുഴിക്കണം. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എന്നാണ്, നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. ചില റിവായത്ത് പ്രകാരം നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ ഒരു കുഴി കുഴിക്കാൻ തുടങ്ങിയതാണ്, വെള്ളത്തിന് വേണ്ടി കുഴിക്കാൻ തുടങ്ങിയതാണ്. വേറെ ചില റിവായത്ത് പ്രകാരം അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൃഗത്തിന്റെ കാലിന്റെ ചുവട്ടിൽ, ആ മൃഗത്തിന്റെ കാലിന്റെ ചുവട്ടിൽ വെള്ളം കണ്ടു എന്നാണ്. അവിടെ വെള്ളം കണ്ടു. എന്തായാലും അബ്ദുൽ മുത്തലിബിന് എന്ത് ചെയ്തു? അവിടുന്ന് വീണ്ടും വെള്ളം ലഭിക്കുകയാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബ് വെള്ളം കണ്ട സമയത്ത് ഫകബ്ബറ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം തക്ബീർ ചൊല്ലി. ആ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു? അവരും തക്ബീർ ചൊല്ലി. അവർക്ക് വെള്ളം ലഭിച്ചു, മരണത്തെ മുന്നിൽ കണ്ട സമയമാണ്. അദ്ദേഹം കുടിച്ചു, ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുടിച്ചു, എല്ലാവർക്കും വെള്ളം കൊടുത്തു, വെള്ളം അവര് ശേഖരിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, വല്ലാഹി ഖുദിയ ലക അലൈനാ വല്ലാഹി മാ തുഖാസിമുക ഫീ സംസം അബദൻ. ഞങ്ങൾക്ക് മനസ്സിലായി, ഈ സംസമിന്റെ അവകാശി നിങ്ങളാണ്, നിങ്ങൾക്കതിന് അർഹതയുണ്ട്, ഞങ്ങൾക്ക് ഇവിടുന്ന് അത് ബോധ്യമായിട്ട്. അതുകൊണ്ട് തന്നെ സംസമിന്റെ വിഷയത്തിൽ ഇനി ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കൂല. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ വീണ്ടും മക്കയിലേക്ക് തന്നെ അവർ മടങ്ങി വന്നു എന്നുള്ളതാണ്. അവർ മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പൊ സംസമിന്റെ അവകാശം ആർക്ക് കിട്ടി? സംസമിന്റെ അവകാശം മഹാനായ അബ്ദുൽ മുത്തലിബിന് ലഭിച്ചു, ആ കുടുംബത്തിന് ലഭിച്ചു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഭാഗമുണ്ട്, ചരിത്രമുണ്ട്. എന്താ അദ്ദേഹം നേർച്ചയാക്കിയത്? എനിക്ക് 10 കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഒരു കുട്ടിയെ ബലിയറുക്കുന്നതാണ്. അന്ന് അദ്ദേഹത്തിന് ഒരു കുട്ടി മാത്രമുള്ളത്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 10 കുട്ടികളുണ്ടായി.
10 മക്കളുണ്ടായി. അബ്ദുള്ളയടക്കം, നബിയുടെ വാപ്പയടക്കം 10 കുട്ടികളുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? 10 കുട്ടികളുണ്ടായപ്പോൾ ആ നേർച്ച അദ്ദേഹത്തിന് നിറവേറ്റണം. നേർച്ച നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? മക്കളിൽ നിന്ന് തൻ്റെ മക്കളുടെ പേരെഴുതി അതിൽ ആരെ നേർച്ചയാക്കണം, ആരെയാണ് അറുക്കേണ്ടത്, അങ്ങനെ നറുക്കിട്ടു. നറുക്ക് കിട്ടിയത് നമ്മുടെ നബിയുടെ ഉപ്പയായ അബ്ദുള്ളക്കായിരുന്നു. അബ്ദുള്ളയുടെ പേരാണ്. അപ്പൊ അബ്ദുള്ളനെ ബലിയെറുക്കണം. അങ്ങനെ എന്ത് ചെയ്തു? അബ്ദുള്ളനെ ബലിയെറുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. ആ സമയത്ത് ഖുറൈശികളായ ആളുകൾ പറഞ്ഞു, ഫഖാലത്ത് ലഹു ഖുറൈശുൻ വബനൂഹു വല്ലാഹി ലാ തദ്ബഹൂഹു അബദൻ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുട്ടിനെ അറക്കാൻ പാടില്ല. നിങ്ങൾ ആ നേർച്ച നേർന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അറക്കാൻ പാടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് നേർച്ച നിറവേറ്റണം, ഞാൻ നേർച്ചയാക്കിയ കാര്യമാണ്. പക്ഷെ ആളുകൾ അതിനെ എതിർത്തു, ശക്തമായിക്കൊണ്ട് എതിർത്തു. അവരെതിർത്തു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ ഇതിന് വല്ല പ്രായശ്ചിത്തവുമുണ്ടോ, മകനെ അറുക്കാതെ വല്ല പ്രായശ്ചിത്തവുമുണ്ടോ എന്ന് അറിയുന്ന ആളുകളോട് ചോദിച്ചോളൂ, അന്വേഷിച്ചോളൂ. അത് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അന്ന് അറിയപ്പെട്ട പുരോഹിതനെ സമീപിച്ച് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അയാൾ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്താ പരിഹാരം? പരിഹാരം പറഞ്ഞത് 10 ഒട്ടകങ്ങളെ വെക്കുക. 10 ഒട്ടകങ്ങളെ. ഇവിടെ ആരാ? അബ്ദുള്ള ഉണ്ട്, മകനായ അബ്ദുള്ളയും 10 ഒട്ടകങ്ങളും. എന്നിട്ട് നറുക്കെടുക്കുമ്പോ ആരെയാണോ കിട്ടുന്നത്, ഒട്ടകങ്ങളെ കിട്ടിയാൽ ഒട്ടകങ്ങൾ അറുക്കുക. 10 ഒട്ടകങ്ങൾ അറുക്കുക. അബ്ദുള്ളയെ കിട്ടിയാലോ വീണ്ടും ഇവിടെ 10 ഒട്ടകങ്ങൾ കൂടെ വെക്കുക. അപ്പൊ 20 ഒട്ടകാകും ഇവിടെ അബ്ദുള്ള. എന്നിട്ട് വീണ്ടും നറുക്കെടുക്കുക. അപ്പൊ അബ്ദുള്ളനെ കിട്ടിയാൽ വീണ്ടും ഇവിടെ 10 ഒട്ടകം കൂടും. അങ്ങനെ 10 ഒട്ടകങ്ങൾ വീതം ആഡ് ചെയ്ത് എന്ത് ചെയ്യണം? പിന്നെ എത്ര ഒട്ടകാണോ കിട്ടുന്നത്, അവസാന നറുക്ക് വീഴുന്ന ഒട്ടകാകുമ്പോൾ ആ എണ്ണം ഒട്ടകങ്ങൾ അറുക്കണം. ചരിത്രം പറയുന്നത് അങ്ങനെ നറുക്കിട്ടു. 10 തവണയും വീണതായിരിക്കാം, 9 തവണയും വീണതായിരിക്കാം അബ്ദുള്ളക്കാണ്. 90 ഒട്ടകങ്ങളായി. ആ 9 തവണയും അറുക്കാൻ വേണ്ടി വീഴുന്നായിരിക്കാം അബ്ദുള്ളക്കാണ്. 10ാമത്തെ തവണ 100 ഒട്ടകമായപ്പോഴാണ് ഒട്ടകങ്ങൾക്ക് നറുക്ക് വീണത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? 100 ഒട്ടകങ്ങളെ അറുത്ത് അതിന്റെ മാംസം അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇത് സംസമിന്റെ ചരിത്രമാണ്. സംസമിന്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന്റെ തൊട്ടു മുമ്പ് നടന്ന അത്ഭുതകരമായ ഒരു സംഭവമാണിത്. നോക്കൂ നിങ്ങൾ, നബിയുടെ ബാപ്പ അബ്ദുള്ളനെ ബലിയർത്തില്ല, അബ്ദുള്ളനെ നേർച്ചയാക്കിയിരുന്നു. നേർച്ചയാക്കിയത് കിട്ടിയതായിരിക്കും അബ്ദുള്ളനെയാണ്. അള്ളാഹു അദ്ദേഹത്തെ ആ രീതിയിൽ എന്ത് ചെയ്യാണ്? സംരക്ഷിക്കുകയാണ്. അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കി അബ്ദുള്ളയെ കൊണ്ടുവരാണ്. കാരണം എന്താ? അബ്ദുള്ളയിൽ നിന്നാണ് ആരുണ്ടാകേണ്ടത്? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകേണ്ടത്. ഇത് പടച്ചോന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയെ ബലിയർത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ജീവിക്കാൻ തുടങ്ങി. പിന്നീടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിലൂടെ ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് ചരിത്രം നമുക്ക് പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുമ്പോൾ നമ്മൾ വിശദീകരിക്കും. അപ്പൊ നോക്കൂ നിങ്ങൾ, സംസമിന്റെ ചരിത്രം ഇങ്ങനെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സംസമിന് മഹത്വമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. നമ്മൾ സംസമിന് മഹത്വമുണ്ട്, സംസമിന് പ്രത്യേകതകളുണ്ട്. ഹദീത്തുകൾ വായിക്കുമ്പോൾ, ഹദീത്തുകൾ പഠിക്കുമ്പോൾ, ഒന്ന് രോഗശമനത്തിന് വേണ്ടി സംസം കുടിക്കാമെന്ന് ഹദീത്തുണ്ട്. രോഗശമനത്തിന് വേണ്ടി സംസം കുടിക്കാം. 2, അനുഗ്രഹീതമായ മുബാറക്കായ വെള്ളമാണ് സംസം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി സംസം കുടിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹദീത്തിൽ വന്നതാ. സംസം എന്ന് പറഞ്ഞാല് കേവലം ഒരു സാധാരണ പച്ചവെള്ളമല്ല, അതിന് പ്രത്യേകത ഉണ്ട്, അതിന് മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മഹത്വത്തെ നിഷേധിക്കാൻ പാടില്ല, ആ മഹത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ പാടില്ല, അതിന് അംഗീകരിക്കണം. പല ആൾക്കാരും സംസമിന്റെ മഹത്വത്തെ നിഷേധിക്കാറുണ്ട്. സംസം സാധാരണ വെള്ളമാണെന്ന് പറയാറുണ്ട്. ആ ഹദീത്തുകൾ ദുർബലമാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ. ഞാൻ അതിന്റെ ആ ഒരു മേഖലയിലേക്ക് പോകല്ല. പക്ഷേ സംസമിന്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾ, സംസമിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ, അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യം എന്ത് ചെയ്യാൻ പാടില്ല? നിഷേധിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് പ്രത്യേകതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട വെള്ളമാണേത്? സംസം എന്നുള്ളത്. ഞാൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ മുമ്പ് തന്നെ സംസമിന് പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടായിട്ടുണ്ട്.
അതാണ് നബിയുടെ മാറിടം പിളർന്ന സംഭവം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബിയുടെ സമീപത്തേക്ക് ജിബ്രീൽ വന്നു. വഹുവ യൽഅബു മഅൽ ഇൽമാൻ, അദ്ദേഹം കുട്ടികളുടെ കൂടെ കളിക്കാണ്. അങ്ങനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ പിടിച്ചു. എന്നിട്ടോ നബിയുടെ മാറിടം പിളർന്നു. ഫശഖ്ഖ അൻ ഖൽബിഹി, നബിയുടെ മാറിടം പിളർന്നു. ഫസ്തഖറജൽ ഖൽബ്, ഹൃദയം പുറത്തെടുത്തു. ആ ഖൽബിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു രക്തപിണ്ഡം, ഒരു രക്തകഷ്ണം, ഒരു രക്തക്കട്ട പുറത്തെടുത്തു. എന്നിട്ട് കളഞ്ഞു. അത് ശൈത്താനിയത്തുമായി ബന്ധപ്പെട്ടത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഹദീസിൽ കാണാം, ثم غسله في طست من ذهب بماء زمزم, ഒരു സ്വർണത്തിന്റെ തളികയിൽ കൊണ്ടുവന്ന മാഉ സംസം ഉപയോഗിച്ച് നബിയുടെ ഹൃദയം എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹിസ്സലാം കഴുകി. ജിബ്രീൽ കഴുകിയത് എന്തുകൊണ്ടാ? ثم غسله في طست من ذهب بماء زمزم, സംസം വെള്ളം കൊണ്ട് കഴുകി. എന്നിട്ട് എന്ത് ചെയ്തു? അത് കഴുകി വൃത്തിയാക്കി അത് അതേ സ്ഥാനത്തേക്ക് മടക്കി വെച്ചു. ഇത് ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്രമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അവിടെ സംസം കൊണ്ട് കഴുകിയതാണ്. സംസമിന് പ്രത്യേകത ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര, അത്ഭുതകരമായ യാത്ര. ആ യാത്ര നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഉറങ്ങാണ്. അപ്പൊ എന്ത് ചെയ്തു? നബി പറയാണ്, ഞാൻ മക്കയിൽ എൻ്റെ വീട്ടിലാണ്. ഫനസല ജിബ്രീൽ, ജിബ്രീൽ എൻ്റെ അടുക്കലേക്ക് വന്നു. അങ്ങനെ എൻ്റെ ഹൃദയം ജിബ്രീൽ പിളർന്നു. ഫഫറജ സദ്രി ثم غسله من ماء زمزم, എന്നിട്ട് എൻ്റെ ഹൃദയം സംസം കൊണ്ട് കഴുകി. രണ്ടാമത്തെ സംഭവമാണ്. ആദ്യം കുട്ടിയായിരിക്കുമ്പോൾ, രണ്ടാമത്തേത് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയുടെ മുമ്പ്. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഹിക്മത്തും ഈമാനും നിറച്ചു എന്ന് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഈമാനും ഹിക്മത്തും നിറച്ചു, സംസം കൊണ്ട് ഹൃദയം കഴുകി. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ഹൃദയം കഴുകാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളമേതാ? സംസമാണ്. അതാണ് ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ സംസമിന് പ്രത്യേകത ഉണ്ട്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇസ്ലാം മത സ്വീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മക്കയിൽ വന്നു. അങ്ങനെ മക്കയിൽ വന്ന് അദ്ദേഹം കാബയിലുണ്ട്, ഹറമിൽ അദ്ദേഹമുണ്ട്. ആ സമയത്ത് നബിയുടെ സാഹിബായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നിസ്കരിക്കാൻ വേണ്ടി, തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിൽ വന്ന് അവിടെ തവാഫ് ചെയ്യാൻ. അങ്ങനെ നബി അവിടെ നിന്ന് തവാഫ് ചെയ്തു, നബി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അബൂദർ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് സലാം പറഞ്ഞു. അപ്പൊ നബി സലാം മടക്കി. എന്നിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അപ്പൊ നബിയുടെ ചോദ്യം, മത കുൻത ഹഉന, എപ്പോഴവിടേക്ക് വന്നത്? എത്ര കാലമായി ഇവിടെ വന്നിട്ട്? എത്ര ദിവസമായി വന്നിട്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖദ് കുൻതു ഹഉന മുൻദു 30 ലൈലതൻ വയൗമൻ, നബിയെ ഞാൻ 30 ദിവസമായി ഇവിടെ വന്നിട്ട്. അബൂദർ നബിയോട് പറയാണ്, 30 ദിവസമായി വന്നിട്ട്. അപ്പൊ നബിന്റെ ചോദ്യം, ഫമൻ കാന യുതൈമുക, നിങ്ങൾക്ക് എവിടുന്ന ഭക്ഷണം, നിങ്ങൾ ആരാ ഭക്ഷിപ്പിച്ചത്? എവിടുന്ന ഭക്ഷണം കിട്ടിയത്? എന്താ നിങ്ങൾ കഴിച്ചത്? അബൂദർ പറഞ്ഞു, മാ കാന ലി തആമുൻ ഇല്ലാ മാഉ സംസം, എനിക്കൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല, സംസമല്ലാതെ എനിക്കൊരു ഭക്ഷണവും കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അദ്ദേഹം പറയാണ്, സംസമല്ലാതെ ഒരു ഭക്ഷണം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? ഫസമിൻതു ഹത്താ തകസ്സറ ഉഖന ബത്നി വമാ വജദ്തു അലാ കബ്ദി സുഹ്ഫത ജുഇൻ, ഞാൻ വിശന്നിട്ടാകെ എൻ്റെ ശരീരമൊക്കെ ദുർബലായിരുന്നു. ഇവിടെ വരുമ്പോൾ ഞാൻ ഈ സംസം കുടിച്ചു 30 ദിവസം, വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അങ്ങനെ എൻ്റെ എന്ത് ചെയ്തു? ശരീരമൊക്കെ തടിച്ചു. അങ്ങനെ തടിച്ചിട്ട് എന്ത് ചെയ്തു? മടക്ക് വീണു. എൻ്റെ വയറിനൊക്കെ അങ്ങനെ മടക്ക് വീണു എന്ന് അദ്ദേഹം പറയുന്നത് സ്വഹീഹായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹാ മുബാറകത്തുൻ ഇന്നഹാ തുആമു തുഅമിൻ വശിഫാഉ സുഖമിൻ. നബി സംസമിനെ കുറിച്ച് പറയാ, അത് അഥവാ സംസം അനുഗ്രഹീതമാണ്, തീർച്ചയായും അത് ഭക്ഷണവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാ സംസമിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ നബി പറഞ്ഞു, ഖൈറു മാഇ അലാ വജ്ഹിൽ അർളി മാഉ സംസം, ഭൂമിയിലെ ഏറ്റവും ഖൈറായ, ഉത്തമമായ, ശ്രേഷ്ഠമായ വെള്ളം അത് സംസം വെള്ളമാണ്. നബി പറയാണ്, അതിലെന്തുണ്ട്? ഫീഹി തുആമുൻ മിനത്തും വശിഫാഉൻ മിനസ്സുഖും, അതിൽ ഭക്ഷണത്തിന് ഭക്ഷണവും രോഗശമനവും ഉണ്ട് എന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. വേറെ ഹദീസിൽ കാണാം മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തിനാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ്. സംസം വെള്ളം എന്തിനാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ പറ്റും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, സംസം വെള്ളം കൊണ്ട് ഞാനും അതേപോലെ തന്നെ മറ്റുള്ള പല ആളുകളും ഒരുപാട് രോഗങ്ങൾക്കായി പരീക്ഷണം നടത്തിയപ്പോൾ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളാണ് കാണാൻ സാധിച്ചത്. രോഗം ഉണ്ടായപ്പോൾ ഞങ്ങൾ സംസം കുടിച്ചൊരു പരീക്ഷണം നടത്തി, രോഗം മാറുമോ എന്ന്. അപ്പം എന്ത് ചെയ്തു? ഒരുപാട് രോഗങ്ങൾക്ക് സംസം കുടിച്ചപ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ഷിഫ ലഭിക്കുകയുണ്ടായി, ശമനം ലഭിക്കുകയുണ്ടായി എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ സംസം കിട്ടിയ നമ്മളൊക്കെ കുടിക്കണം. സംസം കുടിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. അത് ജലസമയത്ത് സുന്നത്താണ്. ഇപ്പം ഉംറ കഴിഞ്ഞാൽ, ഉംറയുടെ തവാഫ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ 2 റക്അത്ത് ഹിജ്ർ ഇസ്മായിലിനെ പിന്നെ നിസ്കരിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ സഈ നടത്താൻ വേണ്ടി സഫയിലേക്കും മറവയിലേക്കും പോകുന്നതിൻ്റെ ഇടയിൽ സംസം കുടിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. പ്രബലമായ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ട കാര്യമാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ സംസമിന്റെ മഹത്വത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിരാകരിക്കാൻ പാടില്ല. സംസം കുടിക്കുന്നത് ഈമാനോടുകൂടെ കുടിച്ചാൽ, ഈമാനോടുകൂടെ സംസം കുടിച്ചാൽ എന്ത് ചെയ്യും? വിശ്വാസത്തോട് കുടിച്ചാൽ എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളതാണ്. എന്ത് രോഗാകട്ടെ, എന്ത് രോഗമാകട്ടെ, എന്ത് പ്രയാസാകട്ടെ, എന്ത് ആവശ്യമാകട്ടെ, സംസം കുടിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ നിങ്ങൾ. ഈമാൻ ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. അപ്പം എന്ത് ചെയ്യും? അത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. അതുകൊണ്ട് ആ മഹത്വം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച സംസമിന്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ എത്രയോ ആളുകൾ അത്ഭുതകരമായ സംസമുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ ചരിത്രം കാണാൻ പറ്റും. ഞാനൊരു ചരിത്രം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സംസം വെള്ളം കുടിച്ച് പിന്നെ പ്രസിദ്ധരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകളെടുത്ത് വിശദീകരിക്കാൻ മാത്രമല്ല സംസം വെള്ളം കുടിച്ച് പ്രസിദ്ധരായ ആൾക്കാർ. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ആര്? മഹാനായ ഖതീബുൽ ബാഗ്ദാദി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. ഖതീബുൽ ബാഗ്ദാദി ആരാ? അദ്ദേഹം വലിയ പണ്ഡിതനാണ്. താരിഖു ബാഗ്ദാദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹം മക്കയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം മക്കയിൽ വന്ന് അവിടെ വെച്ച് കരീമ മർവസിയ എന്ന് പറയുന്ന പണ്ഡിതയിൽ നിന്ന് 5 ദിവസം കൊണ്ട് സ്വഹീഹുൽ ബുഖാരി പഠിച്ചു. 5 ദിവസം കൊണ്ട് സ്വഹീഹുൽ ബുഖാരി പഠിച്ചു. കരീമ മർവസിയ ഇമാം ബുഖാരിയുടെ റാവിയത്താണ്. ആ മഹാപണ്ഡിതയിൽ നിന്ന് ആര് പഠിച്ചു? മഹാനായ ഖതീബുൽ ബാഗ്ദാദി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്വഹീഹുൽ ബുഖാരി പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഈ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, ഹിജ്റാത്ത് 44 അദ്ദേഹം ഹജ്ജിന് വരുന്നുണ്ട്. ആ ഹജ്ജിന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, ഖതീബുൽ ബാഗ്ദാദി സംസം കുടിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. സംസം വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുക. എന്താ ഒന്നാമത്തെ കാര്യം? അദ്ദേഹം പറഞ്ഞു, ബാഗ്ദാദിന്റെ ചരിത്രം ബാഗ്ദാദിൽ വെച്ച് പറയാൻ റബ്ബേ നീ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. ബാഗ്ദാദിന്റെ ചരിത്രം ബാഗ്ദാദിൽ വെച്ച് പറയണം, അതിനുള്ള തൗഫീക്ക് വേണം. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ജാമിഉ മൻസൂറിൽ ഹദീസ് പഠിപ്പിക്കാൻ, ദീനിന്റെ ക്ലാസ് എടുക്കാനുള്ള അവസരം ലഭിക്കണം. സംസം കുടിച്ച് പ്രാർത്ഥിക്കാണ്. ഞാൻ വിശദീകരിക്കാം എന്താന്ന് പറയാം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ബിഷറുൽ ഹാഫിയുടെ സമീപത്ത് എന്ത് ചെയ്യണം? മറമാടണം. തന്റെ ഖബർ ബിഷറുൽ ഹാഫിയുടെ സമീപത്ത് മറമാടാനുള്ള ഒരു തൗഫീക്ക് ലഭിക്കണം. അതും പ്രാർത്ഥിച്ചു. 3 കാര്യങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്താ ഒന്നാമത്തത് ബാഗ്ദാദിന്റെ ചരിത്രം പറയണം എന്നാണ്. എവിടെ പറയണം? ബാഗ്ദാദിൽ വെച്ച് പറയണം. എന്തേ കാരണം? നമുക്കറിയാം, അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ബാഗ്ദാദിന്റെ ചരിത്രം അത്ഭുതമാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ വലിയ ഒരളവ് ബാഗ്ദാദിലാണെന്ന് ആ കാലഘട്ടത്തിൽ. അബ്ബാസികളുടെ ഭരണ കേന്ദ്രമാണ് ഇത് ബാഗ്ദാദ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ബാഗ്ദാദിന് വലിയ സ്ഥാനമുണ്ട്. സാംസ്കാരിക കേന്ദ്രമാണ് ഇത് ബാഗ്ദാദ്. വിജ്ഞാനങ്ങളുടെ കേന്ദ്രമാണ് ബാഗ്ദാദ്. ആ ബാഗ്ദാദിന്റെ ചരിത്രം ബാഗ്ദാദിൽ വെച്ച് പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമാണ്. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ആ ചരിത്രം പറയാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുകയാണ്. ആ ചരിത്രം അവിടെ വെച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. അതാണ് പിൽക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തത്?
താരിഖു ബാഗ്ദാദി എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥമായി വരുന്നത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം 7000-ൽ പരം പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നുണ്ട്. ആ ഗ്രന്ഥത്തിൽ അതിൽ 5000-ലധികം പണ്ഡിതന്മാര് ഹദീസിന്റെ മേഖലയിൽ, വിജ്ഞാനത്തിന്റെ മേഖലയിൽ അത്ഭുതം കാണിച്ച ആൾക്കാരാണ്. അത് കേവലം ഒരു നാടിന്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമല്ല, മറിച്ച് ഇസ്ലാമിക ചരിത്രമാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട അതിലെ പണ്ഡിതന്മാർ, ഹദീസിന്റെ സേവനങ്ങൾ, അതൊക്കെ ആ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. 21 വാള്യങ്ങളായിട്ടാണ് താരിഖു ബാഗ്ദാദി എന്ന് പറയുന്ന ഗ്രന്ഥം. അത്ര പ്രസിദ്ധമായ ഒരു ചരിത്ര ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. ആ ചരിത്രം അദ്ദേഹം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അള്ളാഹു ആ സംസം കുടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, ആ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തു എന്ന് ഖതീബ് ബാഗ്ദാദിയുടെ ചരിത്രത്തിൽ പണ്ഡിതന്മാര് എഴുതി വെച്ചത് കാണാൻ പറ്റും. രണ്ടാമത്തെ ആഗ്രഹം എന്താ? ജാമിഉ മൻസൂറിൽ ഹദീസ് പറയണം. ജാമിഉ മൻസൂറിൽ ഹദീസ് പറയുന്ന അവസരം ഉണ്ടാകണം. അന്ന് ആ കാലഘട്ടത്തിൽ അവിടെ താമസിക്കുന്ന ആളുകളുടെ, പണ്ഡിതന്മാരുടെ, ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാവരുടെയും സ്വപ്നമാണെന്ത്, ജാമിഉ മൻസൂറിൽ എന്ത് ചെയ്യണം, ക്ലാസ് എടുക്കണം. കാരണം എന്താ, ഖലീഫ അബൂ ജഅഫർ മൻസൂർ പണിത പള്ളിയാണ് ജാമിഉ മൻസൂർ. 100 മീറ്റർ നീളമുണ്ട്, 98 മീറ്റർ വീതിയുണ്ട്, വലിയ പള്ളിയാണ്. അപ്പൊ അവിടെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സൗഭാഗ്യമാണ് ആ കാലഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അവിടെ ദർസ് എടുക്കാൻ, ആൾക്കാർക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ. പക്ഷേ അദ്ദേഹത്തിന് ഭരണകൂടമായിട്ട് യാതൊരു ബന്ധമല്ല, ഭരണകർത്താക്കളെ പരിചയമല്ല, അദ്ദേഹത്തിന് അവരിലേക്ക് ചെല്ലാനുള്ള വഴിയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചു, പടച്ചവനോട്, അല്ലാഹുവേ എനിക്കത് അവസരം കിട്ടണം. സംസം കുടിച്ച് പ്രാർത്ഥിച്ചു. ചരിത്രം പറയുന്നത് അദ്ദേഹം ആ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിന് ഉത്തരം കിട്ടുന്ന എങ്ങനെ അറിയോ, ആ കാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ സമീപത്തേക്ക് ഒരു കൂട്ടം യഹൂദികളായ ആളുകൾ വന്നു. യഹൂദികളായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുണ്ട്. എന്താ വസിയത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഖൈബറിൽ നിന്നുള്ള ഒരു വിഹിതം ഞങ്ങൾക്ക് നൽകണം, യഹൂദികളായ ഞങ്ങൾക്ക് കൂടെ നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതിന് അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു അവരൊക്കെ അതിന് സാക്ഷികളാണ്. അവരുടെ എഴുത്ത് ഞങ്ങളുടെ കൈവശമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം, ഒരു കൂട്ടം ആൾക്കാർ, യഹൂദികളായ ആളുകൾ ഭരണാധികാരിയുടെ സമീപത്തേക്ക് വന്നു. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം എന്താ, നബിന്റെ വസിയത്താണെങ്കിൽ നടപ്പിലാക്കണം. അപ്പൊ ഖൈബറിൽ നിന്നുള്ള അവർക്കതിന് വിഹിതം കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു, അന്നത്തെ ഭരണാധികാരി പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എന്താണ് അവരോട് പറയേണ്ടത്, എങ്ങനെ നമുക്കത് പരിഹരിക്കാം, അവർ പറയുന്ന വിഷയം സത്യമാണോ, യാഥാർത്ഥ്യമാണോ? അപ്പൊ ഭരണാധികാരിയോട് പറയപ്പെട്ടു, ഇതാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പണ്ഡിതനുണ്ട്, ഖതീബുൽ ബാഗ്ദാദി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതനെ വിളിച്ചാൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടെ വന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അവരുടെ കയ്യിൽ നിന്ന് വസിയത്തുണ്ട് എന്ന് പറയുന്ന രേഖകളൊക്കെ അദ്ദേഹം വാങ്ങി. ആ രേഖകൾ വാങ്ങിയ ഉടൻ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ കളവാണ്. യഹൂദികൾ പറയുന്ന ഈ കാര്യം എന്താണ്, കളവാണ്. കാരണം എന്താ? അപ്പൊ അവര് പറഞ്ഞത്, ഈ വസിയത്തിനുള്ള ഒരു സാക്ഷി ആരാ, മുആവിയ റളിയല്ലാഹു അൻഹു. വസിയത്തിന്റെ ഒരു സാക്ഷി മുആവിയ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖൈബർ നടക്കുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആവിയോട് വസിയത്ത് പറയാം? അന്ന് മുആവിയ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ അവർ പറഞ്ഞു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സാക്ഷിയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ മുമ്പ് മരിച്ചിട്ടുണ്ട്, ഖൈബർ യുദ്ധത്തിന് മുമ്പ് മരിച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെയാ അദ്ദേഹം സാക്ഷിയാകുക? അത് ഭരണാധികാരിക്ക് വലിയ ആശ്വാസമായി. ഭരണാധികാരി അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിൽ ആകൃഷ്ടനായി. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം, ജാമിഉ മൻസൂറിൽ ദീന് പറയാനുള്ള അവസരം വേണം. ആ അവസരം അദ്ദേഹത്തിന് കിട്ടി. നോക്കൂ നിങ്ങൾ, അല്ലാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുത്തു. മൂന്നാമത്തെ എന്താ, ബിഷറുൽ ഹാഫിയുടെ സമീപത്ത് കബറൊരുക്കണം, അവിടെ മറമാടണം. ബിഷറുൽ ഹാഫി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തില് പിന്നെ പ്രസിദ്ധനായ ഒരാൾ. അദ്ദേഹം ആദ്യം ഒരു മോശമായ സ്വഭാവമുള്ള കള്ളത്തരൊക്കെ കാണിച്ചിരുന്ന ആളാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസിദ്ധനായി, എഴുത്തുകാരനും അതേപോലെ തന്നെ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ നേതാവായി, അനുകരണീയ വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറി. അതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ ഖബറിന്റെ സമീപത്ത് മറമാറണമെന്ന് ഖതീബ് ബാഗ്ദാദി ആഗ്രഹിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ആഗ്രഹവും എന്ത് ചെയ്തു, സഫലമായി എന്നുള്ളതാണ് ചരിത്രം. ഇത് ഒരൊറ്റ ചരിത്ര, ഇതേപോലെ 100 കണക്കിന് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റും.
സംസം കുടിച്ച് പ്രസിദ്ധരായ, ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ഒരുപാട് ചരിത്രങ്ങൾ. നമ്മളതിൻ്റെ ആ മേഖലയിലേക്ക് വിശാലമായി കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, നബി വരുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് സംസം, മറക്കപ്പെട്ടിരുന്ന സംസം, അപ്രത്യക്ഷമായിരുന്ന സംസം, അത് പുറത്തു വന്നു. അബ്ദുൽ മുത്തലിബിലൂടെ അത് ലഭിച്ചു. ആ സംസമിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. ആ സംസമിന് മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. അതിനെ നമ്മൾ നിരാകരിക്കാൻ പാടില്ല, അതിനെ നമ്മൾ അംഗീകരിക്കണം. അതിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം. നബിയുടെ ചരിത്രം പഠിക്കുന്ന നമ്മൾ നബിയുടെ വാക്കുകളെ അംഗീകരിക്കുന്ന ആളുകളാകണം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ സംഭവം, ആനക്കലഹവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും, ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും, പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.